നമസ്കാരം. സ്ത്രീ എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. സൗന്ദര്യ സംരക്ഷണത്തിനും ആരോഗ്യ പരിപാലനത്തിനുമൊക്കെ പ്രകൃതിയിൽ നിന്ന് ഒരുപാട് വിഭവങ്ങൾ നമുക്ക് കിട്ടും. പക്ഷെ അതിനുവേണ്ടി കുറച്ച് മെനക്കെടണം. അതിനാണ് ആർക്കും സമയമില്ലാത്തതും അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ ഏറെയുമാണ്. ഇന്ന് നാച്ചുറോപ്പതിയിലൂടെ സൗന്ദര്യം സംരക്ഷണം എങ്ങനെ നടത്താമെന്ന് പറയുന്നത് അതിവിടെ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നത് തിരുവല്ലയിലെ സുകൃതം നാച്ചുറോപ്പതി യോഗ ആൻഡ് ബ്യൂട്ടിനെസ് നടത്തുന്ന ഡോക്ടർ സനോജ് ആൻഡ് ജോർജ് ആണ്. സ്വാഗതം ഡോക്ടർ. ഇത് കേട്ടത് സുകൃതം നാച്ചുറോപ്പതി യോഗ ആൻഡ് ബ്യൂട്ടിനെസ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറെ കൂടെ അട്രാക്റ്റീവ് ആക്കുന്നത് പെണ്ണുങ്ങളെയാണ്. ഇത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ളതാണോ അതോ ഈ ബ്യൂട്ടി മാത്രമാണോ? രണ്ട് ചോദ്യം കൂടെ ഒന്നിച്ചാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നാച്ചുറോപ്പതി ഹോസ്പിറ്റലാണ്. അപ്പം സൗന്ദര്യ സംരക്ഷണം നമ്മൾ എവിടെയും ഇറങ്ങിയിട്ടില്ല. അപ്പൊ അതിന് ഇപ്പൊ നമ്മൾ ഇത് സ്ത്രീകളുടെ ഹോസ്പിറ്റലാണ്, സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ഹോസ്പിറ്റലാണ്, എക്സ്ക്ലൂസീവ്ലി ഫോർ വിമൻ. മസാജ് വരുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ അങ്ങ് ആക്കിയേക്കാം. പിന്നെ സൗന്ദര്യ സംരക്ഷണത്തിന് ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കും, അതായത് ഇനി വരുന്നുണ്ട് ടോപ്പിക്ക്. അപ്പൊ ഹെയറിന് ഡാൻഡ്രഫ് വരുമ്പോൾ അത് പകരുന്ന ആയതുകൊണ്ട്, കാരണം അത് നമുക്ക് പുരുഷന്മാർക്കും ഇടേണ്ടി വരും. അപ്പൊ അതിന് മാത്രമാണ് നമ്മൾ ഹെയറിനും ഫേസിനും നമ്മൾ പുരുഷന്മാർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ എക്സ്ക്ലൂസീവ്ലി ഫോർ വിമൻ അല്ല, ആണുങ്ങൾക്കും അത് ഇതിന് മാത്രമേ ഉള്ളൂ. ഈ ഡാൻഡ്രഫിനും ട്രീറ്റ്മെന്റ്, അതായത് ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റിനും ഫേഷ്യൽ ട്രീറ്റ്മെന്റ്, കറുത്ത പാടുകൾ അങ്ങനെയുള്ള അത് മാത്രമേ നമ്മൾ ആണുങ്ങൾക്ക് കൊടുക്കുന്നുള്ളൂ. ബാക്കി എല്ലാം ശരിക്കും പറഞ്ഞാൽ എല്ലാ അസുഖത്തിനും സ്ത്രീകൾക്ക് ഇപ്പം മെനോപോസിന്റെ അസുഖങ്ങൾ, അതുപോലെ മെൻസൽ ഡിസോർഡേഴ്സ്, ബാക്ക് പെയിൻ, അതിനെല്ലാം ഇൻഫെർട്ടിലിറ്റി, എല്ലാത്തിനും നമ്മളെ കൂടുതലും സ്ത്രീകൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സ്ത്രീകളുടെ ഹോസ്പിറ്റൽ മാത്രമാണ്. ഇപ്പൊ നാച്ചുറോപ്പതി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ശരിക്കും നേച്ചറുമായിട്ട് കണക്റ്റഡ് ആണ്. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങൾ തന്നെയായിരിക്കും കൂടുതൽ ഉപയോഗിക്കുന്നത്. കൂടുതലെന്നോ അല്ലെങ്കിൽ അത് മാത്രമാണോ ഉപയോഗിക്കുന്നത്? അല്ല, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന മാത്രം 5 എലിമെന്റ്സ് ആണല്ലോ. 5 ഭൂതാസ്, അതെല്ലാവർക്കും അറിയാവുന്ന വാട്ടർ എലിമെന്റ്സ്. ആ എലിമെന്റ്സ് വെച്ചുകൊണ്ടാണ് നമ്മളിപ്പം ട്രീറ്റ്മെന്റ്സ് കൊടുക്കുന്നത്. ഏതാ ഇപ്പം ഈ ബ്യൂട്ടിക്കാണേലും, ഈ പറയുന്ന ഇപ്പൊ ഹൈ പ്രഷറിനാണേലും, ഈ പറയുന്ന ഇൻഫെർട്ടിലിറ്റിക്കും എല്ലാം നമ്മൾ കൊടുക്കുന്നത്. ശരി. കാരണം നമ്മൾ സാധാരണ ഈ ആയുർവേദത്തില് ആൾക്കാരെ തരം മാറ്റുന്നത് വാദം, പിത്തം, കഫം, ഇങ്ങനെ ഈ 3 ഇതിലാണല്ലോ. ഒന്നുകിൽ ഈ വാദം ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ പിത്തം, അല്ലെങ്കിൽ കഫം. ഇതിന്റെ ഏറ്റക്കുറച്ചിലും ഇതിന്റെ പ്രൊപ്പോർഷൻസും റേഷ്യോസും ശരിയാവാത്തവർക്ക് അതിനനുസരിച്ചുള്ള ചികിത്സ കൊടുക്കുന്നു അല്ലെ. നാച്ചുറോപ്പതി എന്തിനാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? നമ്മൾ വാദം, പിത്തം നോക്കിയിട്ടാണ് നമ്മളും അത് ചെയ്യും. നമ്മൾ നോക്കും. ഒരു രോഗി ഇങ്ങോട്ട് കയറി വരുമ്പോൾ, ഇപ്പൊ എന്റെ ഒരു ഫോർമാലിറ്റി എന്ന് പറഞ്ഞാൽ, ആ രോഗി കയറി വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് പ്രോബ്ലം എന്ന് ഞാൻ അങ്ങോട്ട് പറയുക ചെയ്യുന്നത്. ശരി. ഇപ്പൊ ഒരാൾ കയറി, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരാൾ പറയുവാണെങ്കിൽ ഞാൻ പറയും നിങ്ങൾക്ക് ഉറക്കമില്ല, തന്നെ മനസ്സിലാവും. അപ്പൊ പറയും ഡിസ്റ്റർബ്, അബോധം മനസ്സിൽ നിങ്ങൾ ഉറങ്ങുന്നില്ല. അപ്പൊ നമ്മൾ അങ്ങനെ തന്നെ പറയും, ബോഡി ഭയങ്കര ഹീറ്റാണ്, ഇങ്ങനെ പെട്ടെന്ന് തന്നെ ആ കുറെ കാര്യങ്ങൾ അങ്ങോട്ട് പറയും. അതെങ്ങനെയാണ് ഒരാളെ കാണുമ്പോ എങ്ങനെ പറയാൻ പറ്റുന്നത്? ദൈവികമായിട്ടുള്ള വല്ല കഴിവാണോ? കാരണം പെട്ടെന്ന് ഒരാളെ കണ്ട് അങ്ങനെ പറയണമെങ്കിൽ എന്തെങ്കിലും എങ്ങനെയാന്ന് വെച്ചാൽ ബൈ ദ എക്സ്പീരിയൻസ്. കാരണം വെച്ചാൽ ഒരു വ്യക്തിയുടെ ഇപ്പം നമ്മുടെ ഒരു വ്യക്തിയുടെ മുഖം കാണുമ്പോൾ സന്തോഷമാണോ സങ്കടമാണോ ഒരാളെ നോക്കിയാൽ അറിയാം. അപ്പൊ അത് വെച്ചുകൊണ്ട് നമ്മൾ ഒരാൾക്ക് നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തന്നെ ഇത് ദൈവിക രീതിയിൽ തന്നെയാണ് നമ്മൾ അത് നോക്കിയിട്ട് പറയുന്നത്. അത് സത്യമാണ്. കാരണം അത് കള്ളം പറയാൻ നമുക്ക് ഒക്കത്തില്ല. കാരണം ഇതിപ്പോ ഡിസീസ്, ഇപ്പൊ വയറ്റിൽ കിടക്കുന്ന ഡിസീസിന്റെ അല്ല ഞാൻ പറഞ്ഞത്, പൊതുവെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് ഇപ്പൊ ഉറക്കക്ഷീണം, ഉറക്കക്കുറവ്, പിന്നെ ബോഡി സ്വെറ്റിംഗ്സ് കൂടുതലുള്ളവര്, നിങ്ങൾക്ക് കൈയുടെ പെരുപ്പുണ്ടോ, കാലിന് അങ്ങോട്ട് പറയും. അപ്പൊ അത് കറക്റ്റാണ്, വരുന്ന രോഗികളുടെ കറക്റ്റാണ്. ഇപ്പൊ മെലിഞ്ഞവരാണേലും വണ്ണം ഉള്ളവരുടെ ആണെങ്കിലും നമ്മൾ കറക്റ്റായിട്ട് പറയത്. അപ്പൊ അതനുസരിച്ച് അപ്പൊ അവര് തന്നെ ഇപ്പം ചേച്ചി ഇപ്പൊ എന്നോട് ചോദിച്ചു തന്നെ ഒരു ചോദ്യമാണ്, ഇതെങ്ങനെ ഡോക്ടർ ഇത് അറിയുന്നു എന്ന ആ ചോദ്യം വളരെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പൊ അതനുസരിച്ച് പറയുന്നുണ്ട്. ഒരു കോളർ. ഹലോ, വെൽക്കം ടു ദ പ്രോഗ്രാം. ആരാണ്? ആലപ്പുഴയിൽ നിന്ന് സൗമ്യ. ചോദിച്ചോളൂ കേട്ടോ. ഹലോ സൗമ്യ. ഹലോ, പറയൂ സൗമ്യ. നമസ്കാരം. ഡോക്ടർ, എന്റെ മുഖത്തെ കുരു വന്നിട്ട് നിറച്ച് ചുമന്ന പാടാണ്. കുരു വന്നിട്ട് ചുമന്നുള്ള പാടാണ്. താരനുണ്ടോ സൗമ്യക്ക്? കുരു വരെ വന്നിട്ട് ചുമന്ന പാടാണ്. അതെ, അതാ ഞാൻ പറഞ്ഞു. താരനുണ്ടോ തലയില്?
താരനുള്ളതുകൊണ്ടാണ് അതങ്ങനെ വരുന്നത്. അതൊരു കാര്യം ചെയ്യാം, താരന് ആദ്യം ട്രീറ്റ്മെന്റ് ചെയ്യുക, അതിന് ശേഷമേ മുഖത്തിന് ചെയ്തിട്ട് കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ മുഖം മാറ്റി തരുമ്പോൾ പിന്നെ താരം വീഴുമ്പോൾ ചാൻസസ് പിന്നെയും ഉണ്ട് മുഖക്കുരു വരാൻ. അത് നല്ലത് താരന്റെ ട്രീറ്റ്മെന്റ് വന്ന് ചെയ്യണം. അത് ശരിക്കും പറഞ്ഞാൽ സ്കൾ ഡിസീസ് ആണ്, അത് ഞാൻ ഇപ്പൊ പറയിച്ചു കഴിയുമ്പോൾ. അപ്പൊ അത് മാറിക്കിട്ടണമെങ്കിൽ അത് കറക്റ്റായിട്ട് ട്രീറ്റ്മെന്റ് വന്ന് എടുക്കണം. ഓക്കെ സമയ, അത് ക്ലിനിക്കിൽ വന്ന് പോയിട്ട് വേണം ചെയ്യാനാണ് ഡോക്ടർ പറഞ്ഞത്. മനസ്സിലായോ സൗമ്യ? ആദ്യം ഡാൻഡ്രഫിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യണം അല്ലെ? അത് ചെയ്യുമ്പോ ഈ പിമ്പിളാണോ ആക്നെയാണോ? പാടാണ് പാട് വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ പറയുന്ന സൗമ്യ പൊട്ടിക്കുന്നുണ്ട് കൈകൊണ്ട്. അതെ അതെ. അപ്പൊ സൗമ്യ ക്ലിനിക്കിൽ പോവൂ കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പം ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഇതാണ്. ഇതുകൊണ്ട് നമ്മളിപ്പോ ഒരാളോട് പറയുമ്പോൾ അവരുടെ സെയിം പ്രോബ്ലം അവർ തന്നെ പറയും, എനിക്കിങ്ങനെ ഉണ്ട്. അപ്പൊ അതനുസരിച്ചാണ് നമ്മൾ ട്രീറ്റ്മെന്റ്സ് കൊടുക്കുന്നത്. ഇപ്പൊ പച്ചമരുന്നാണെങ്കിൽ പോലും നമ്മളിപ്പം ഇത് ശരിക്കും പറഞ്ഞ ഈ സൗന്ദര്യ സംരക്ഷണം എന്ന് പറയുന്നത് ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ്. അതിപ്പം കായാണേലും ചെടിയാണേലും റൂട്ടാണേലും സ്റ്റെം ആണേലും ഈ പറയുന്ന ഫ്ലവർ ആണേലും ഫ്ലവർ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഫ്ലവർ, വെജിറ്റബിൾ, ഫ്രൂട്ട്സ് ഇതെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ റേഷ്യോ ഉണ്ട്. ആ റേഷ്യോ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം വെച്ചാൽ 62 കൂട്ടം, 54 കൂട്ടം, അങ്ങനെ ഒരു കൂട്ടമുണ്ട്. അപ്പൊ ആ റേഷ്യോ വെച്ചാണ് നമ്മൾ ഇതിനെല്ലാം ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. പക്ഷെ ഈ നമ്മളിപ്പം പറയുമല്ലോ, ഓരോ ഈ ഫ്രൂട്ട് ആയാലും ലീഫ് ആയാലും ഓരോ ആൾക്കാർക്ക് അതിന്റേതായിട്ടുള്ള ചിലപ്പോ ചില അലർജീസ് ഉണ്ടാവാം അല്ലേ? അപ്പൊ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളത് സ്കിന്ന്, നോർമൽ സ്കിൻ ഉണ്ട്, ഡ്രൈ സ്കിൻ ഉണ്ട്, ആൻഡ് ഓയിൽ സ്കിൻ, പിന്നെ കോമ്പിനേഷൻസും കാണാറുണ്ട്. അപ്പൊ അതനുസരിച്ചാണ് നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരാളെ കാണുമ്പോൾ നമുക്ക് അറിയാം സ്കിന്നിന്റെ ഇതുണ്ട്. സ്കിന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അത് കഴിഞ്ഞിട്ടാണ് ഇത് തുടങ്ങുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഒരു സപ്പോസ് ഒരാൾ വരുന്നത്, ഇപ്പം നേരത്തെ ഇപ്പൊ നമ്മൾ സൗമ്യയുടെ കേസ് എടുക്കാം, പിമ്പിളുമായിട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ പിമ്പിള് അഥവാ ഒന്ന് മാറിയിട്ടുണ്ടെങ്കിൽ ആ മാർക്കും കൊണ്ടായിരിക്കും വരുന്നത്. ഈ ആളുകള് ഇപ്പൊ ഈ പറഞ്ഞ വളരെ ശരിയാണ്. ഇപ്പൊ സൗമ്യയുടെ പ്രശ്നം ഇപ്പം പിമ്പിളിന്റെ മാർക്ക് പോകണം എന്നുള്ളതാണ് പ്രശ്നം. പക്ഷെ ഈ സൗമ്യ അറിയുന്നില്ല ഇനിയും എനിക്ക് താരൻ കാരണമാണ് ഈ കുരു വരുന്നതെന്നുള്ളത്. റിലേറ്റ് ചെയ്ത് അപ്പൊ എല്ലാരും അറിയുന്നത് എനിക്ക് പാട് മാറണം, അതിനുള്ള റെമഡി എന്താണെന്നുള്ള ചോദിക്കുന്നത്. പക്ഷെ അതിനുള്ള വേര് റൂട്ട് ആദ്യം നമ്മൾ കണ്ടുപിടിച്ച് അതിന്റെ ട്രീറ്റ്മെന്റ് മാറ്റിയാലേ ഈ പാട് പോവുള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ ഡാൻഡ്രഫിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്യണം അല്ലെ? ഇപ്പൊ ഡാൻഡ്രഫ് തന്നെ ചിലർക്ക് വളരെ മൈൽഡായിട്ട് വന്നു പോകും, കാണും, പക്ഷെ വളരെ മൈൽഡായിട്ട് കൺട്രോൾ ചെയ്ത് പോകും. ചിലവർക്ക് അത് കുറച്ച് ജാസ്തി ആയിരിക്കും, അതായത് ഫ്ലേക്സ് ആയിട്ട് വീഴുന്നുണ്ടാവും, ചിലവർക്ക് വളരെ തിക്കായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും. ഇതിന് എന്ത് ട്രീറ്റ്മെന്റ് ആണ് ചെയ്യുന്നത് സാറിന്? ഈ ഡാൻഡ്രഫ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാല് ഇത് സ്കിൻ ഡിസീസ് പോലെ സ്കൾ ഡിസീസ് ആണ്. സ്കൾ ഡിസീസ് അത് ആളുകൾ അത് അറിയുന്നില്ല, അതാണ് സത്യം. അപ്പൊ അത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാല് ചിലർ കണ്ടിട്ട് കാണും, ഇപ്പൊ ചേച്ചി തന്നെ കണ്ടു കാണും, അതായത് ബോയ്സ് മുട്ട അങ്ങ് അടിക്കും തല. ഇപ്പം ചൂട് കാലത്ത് വരുമ്പോൾ മുട്ടയടിക്കും. ചോദിക്കുമ്പോ പറയും അത് തല ചൊറിയുന്നോണ്ടാണ്, ഡാൻഡ്രഫ് കാരണമാണ്. പക്ഷെ അത് മണ്ടത്തരമാണ്. കാരണം വെച്ചാല് മുട്ടയടിക്കുമ്പോ വാട്ട് ഹാപ്പൻ യുനോ, സ്കള്ളിലെ ഡിസീസ് അവിടെ തന്നെ ഉണ്ട്, അത് പോവില്ല. ശരി. അപ്പൊ അത് പോണെങ്കിൽ റൂട്ടിൽ പച്ചമരുന്ന് ഇടണം. അത് ശരി. അതിപ്പോ മുടി ഇപ്പം ഈ ട്രീറ്റ്മെന്റ് ചെയ്യണമെങ്കിൽ മുട്ടയടിക്കേണ്ട ആവശ്യമില്ല. അതാണ് റൂട്ടാണ് ഇതിന്റെ പ്രശ്നം, അതായത് നമ്മുടെ തലയൂട്ടി. അപ്പൊ അത് ക്ലീൻ ആക്കിയാല് അടുത്ത ട്രീറ്റ്മെന്റ് നമുക്ക്, അതായത് ഡാൻഡ്രഫ് ഇല്ലാതെ വരണം. ശരി. അപ്പൊ നമ്മുടെ ഒരു സിറ്റിംഗിൽ തന്നെ ഭയങ്കര റിസൾട്ടാണ് നമുക്ക്. എന്നുവെച്ചാൽ ഇത് പച്ചമരുന്നാണ്, ഞാൻ പറഞ്ഞല്ലോ 54 കൂട്ടമുള്ള പച്ചമരുന്ന്. അപ്പൊ അത് നമ്മൾ പച്ചമരുന്ന് റൂട്ടയില് ആദ്യം ഒരു എണ്ണ ഇട്ടിട്ടാണ് പച്ചമരുന്ന് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ആ അപ്ലൈ ചെയ്യുമ്പോൾ ശരിക്കും തലമുടിയിലല്ല റൂട്ടയിലാണ് അപ്ലൈ ചെയ്യുന്നത്. റൂട്ടിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഒരു 45 മിനിറ്റ് കഴിയുമ്പോൾ വേറൊരു പച്ചമരുന്നും കൂടി ഇടും തലയുടെ. എന്നിട്ട് പിന്നെ 15 മിനിറ്റ് കഴിയുമ്പോൾ അത് 1 മണിക്കൂർ ഇരിക്കണം. ഇരുന്ന് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അത് കഴുകി കഴിയുമ്പോൾ വാട്ട് ഹാപ്പൻ, മുഖം നല്ലതായിട്ട് വെളുക്കും. ഈ പച്ചല മരുന്നുകൊണ്ട് അതെ. നമ്മളിപ്പോ തലയില ഇടുന്നെങ്കിലും മുഖം പെട്ടെന്ന്, അതായത് ഇപ്പൊ ചേച്ചി മുമ്പ് എന്നോട് ചോദിച്ചു എങ്ങനെ അത് മനസ്സിലാക്കാൻ പറ്റും, രോഗിയെ കണ്ടാൽ എങ്ങനെ മനസ്സിലാക്കാം. അത് ഇതാണ്, നമ്മൾ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ റിസൾട്ട് കാണുമ്പോൾ നമുക്ക് അറിയാം ഇത് ശരിയാകുമോ. ചിലർ പറയും ഇപ്പം കഷണ്ടി കിളുക്കുന്നുണ്ട് നമ്മുടെ ട്രീറ്റ്മെന്റിൽ. അപ്പൊ ചിലർ വന്ന് ചോദിക്കും ഇത് എന്റെ കിളുക്കുവോ, ഇങ്ങനെ വന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല. അല്ല, റൂട്ട്, ഞാനിപ്പോഴും പറയുന്നത് റൂട്ട് ഉണ്ടെങ്കിൽ കിളുക്കും. അപ്പൊ റൂട്ട്
നമുക്ക് ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം മരുന്നിടണം. മരുന്നിട്ട് ഒരു 2 ആഴ്ച കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ മുളയ്ക്കും. അതായത് സ്കിന്നിൽ വരുന്ന പോലെ ഇതുപോലെ മുളച്ചു വരും. അത് തീർച്ചയായും. പക്ഷെ വലിയൊരു തിക് ഗ്രോത്ത് ഒന്നും പ്രതീക്ഷിക്കേണ്ട അല്ലേ? അല്ല, അങ്ങനെയല്ല. നമുക്ക് റൂട്ട് ഉണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ മുളഞ്ഞു വരും. അത് 2-3 സ്റ്റേജ് ആയി കഴിയുമ്പോൾ അത് ഇച്ചിരി കൂടി ഗ്രോ ആവും. പിന്നെ അങ്ങനെ അത് കവർ ചെയ്യുന്നത്. ശരി. അപ്പൊ ഒരു ഏകദേശം ഇപ്പൊ ഇനീഷ്യൽ 3 months വേണം. അതായത് ഇനീഷ്യൽ ആയത് ചെറിയ പയ്യന്മാർ ഇപ്പൊ കാണുന്നുണ്ടല്ലോ, ബോയ്സും ഗേൾസും തന്നെ ഒരുപാട് പേർക്ക് മുടി ഒരുപാട് പൊഴിയുന്ന പ്രശ്നമുണ്ട്. പറഞ്ഞില്ല, 1 മണിക്കൂർ കഴിയുമ്പോൾ വാഷ് ചെയ്യുമ്പോൾ മുഖം വെളുക്കുകയും ചെയ്യും. തലമുടി നല്ലതായിട്ട് സോഫ്റ്റ് ആവും. 1. 2. മൂന്നാമത്തെ കാര്യം, നമ്മൾ മുടിയെ പിടിക്കുമ്പോൾ തന്നെ ആ മുടി ഒഴിച്ചിൽ നിൽക്കുകയും ചെയ്യും. കാരണം ഒരാൾ എപ്പോഴും പിള്ളേർ വന്നിട്ട് തോർത്തും ഭയങ്കര റഫായിട്ട് തോർത്തും. അപ്പൊ തോർത്തുമ്പോ ഞാൻ ചോദിക്കുമ്പോ പറയും, ഇത്രയും നേരം മുടി ഒഴിച്ചിൽ ഭയങ്കരമായിരുന്നു, ഇപ്പൊ വന്നപ്പോ മുടി കഴിച്ചില്ല, കുറഞ്ഞു ഇല്ല, 1 മണിക്കൂറിൽ മാറും. മനസ്സിലായി? അപ്പൊ അത് ആണോന്നറിയാൻ വേണ്ടി അവർക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അവർ കിടന്ന് റബ്ബ് ചെയ്യുന്നത്. എന്തുകൊണ്ട് നിന്നുപോയി മിറക്കിൾ പോലെ അവർക്ക് തോന്നുകയാണ്. അപ്പൊ അത് കഴിയുമ്പോ അതിന്റെ അകത്ത് നല്ല ഉറക്കം വരും. അത് ശരി. ഇതിന്റെ ട്രീറ്റ്മെന്റ് കൂടെ ഉള്ള റിസൾട്ടാണ് ഞാൻ പറഞ്ഞത്, 1 മണിക്കൂർ. അപ്പൊ